ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്നും മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരുവാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. യേശു പ്രാർത്ഥനയുടെ ശക്തി ഒരു ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു തിരുവചനം. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു വീട്. അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്ത ഒരു സ്നേഹിതനാണ് തന്നെ വന്ന് വിളിക്കുന്നത് എങ്കിലും സഹായിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയും സമയവും. രാത്രിയിൽ സുരക്ഷ ഇന്നത്തെ പോലെ തന്നെ അന്നും പ്രധാനമായിരുന്നിരിക്കണം. കതകടച്ച് സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കി തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ സുഖസുന്ദരമായി ഉറങ്ങുന്ന സമയമാണ്. അപ്പോഴാണ് തന്നെ തൻ്റെ സ്നേഹിതൻ മറ്റാർക്കോ വേണ്ടി ബുദ്ധിമുട്ടിക്കുന്നത്. തൻ്റെ ഉറ്റ ചങ്ങാതിയാണെങ്കിലും അസമയത്തുള്ള സഹായ അഭ്യർത്ഥന താൻ നിഷേധിക്കുകയാണ്. എന്നാൽ തൻ്റെ ആദ്യത്തെ നിഷേധത്തിന് ശേഷവും തന്നെ വിടാതെയുള്ള നിർബന്ധത്താൽ ആ അടഞ്ഞ വാതിലിന് മുൻപിൽ നിന്നുകൊണ്ടുള്ള തൻ്റെ ചങ്ങാതിയുടെ അഭ്യർത്ഥന കേൾക്കാതിരിക്കാൻ സാധിക്കാത്ത വിധമുള്ള നിർബന്ധം തന്നെ തൻ്റെ അസൗകര്യങ്ങളെല്ലാം മറന്ന് എഴുന്നേൽക്കുവാനും വേണ്ടത് ചെയ്തു കൊടുക്കുവാനും പ്രേരിപ്പിക്കുകയാണ്. ഈ വചനങ്ങളിലൂടെ യേശു നാം ഓരോരുത്തരോടും ഒരു പ്രധാന കാര്യം പറഞ്ഞു തരുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയിൽ സ്ഥിരതയും നിർബന്ധപൂർവമായ അപേക്ഷയും എത്ര പ്രധാനമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന യേശു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിപ്പോകുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അല്ലേ? വാതിലുകൾ മുന്നിൽ അടയുന്ന സമയങ്ങൾ, ദൈവം ഒരു മറുപടിയും പറയാത്ത, ഒരാശ്വാസവും തരാത്ത സമയങ്ങൾ. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ പോലും നിരന്തരം ചോദിക്കുന്നവനെ ഒടുവിൽ കൊടുക്കുന്നു എങ്കിൽ നമ്മോട് എത്രയോ അധികം സ്നേഹമുള്ള പിതാവാം ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ എന്ന് യേശു നമ്മോട് പറഞ്ഞു തരുന്ന ഒരു തിരുവചനം. നമ്മുടെ വിട്ടുകൊടുക്കാതെയുള്ള അപേക്ഷ, ആവർത്തിച്ചുള്ള ധൈര്യമായ പ്രാർത്ഥന, വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പ്, എല്ലാ അവിശ്വാസവും ഉപേക്ഷിച്ച് എല്ലാ നിരാശയും ദൂരത്ത് നിർത്തി ഒരു സംശയവുമില്ലാതെ ലജ്ജിക്കാതെ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാനും മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ സ്ഥിരതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ നാം പറയാതെ തന്നെ അറിയുന്ന ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള അവൻ്റെ സമയത്തിലുള്ള ഇടപെടലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.